യെസ്, നമുക്ക് ഫൈനലി പ്രഭാസിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള കൽക്കി 2898 ഒരു ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് ഇന്നലെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുമ്പോൾ ആ ഒരു ട്രെയിലർ കണ്ടിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതിന്റെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ഒരു റിയാക്ഷൻ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോണേ. 5-10 മാസം മുമ്പ് നമ്മൾ തന്നെ ഇതിന്റെ ഒരു എന്താ പറയുക, ഈ ഒരു സിനിമ എന്തായിരിക്കും എന്നുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് തന്നെയായിരുന്നു. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നമുക്കിപ്പോൾ അന്ന് നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ഫൂട്ടേജ് ഒക്കെ വെച്ചിട്ട് CGയും വിഷ്വൽ എഫക്ട്സ് ഒന്നും അവർക്ക് എന്താണ് ഫിനിഷ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിന്നെ നമുക്ക് എല്ലാ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡ്യൂണിൻ്റെ, അതായത് നമ്മുടെ ഇന്ത്യൻ വെർഷൻ ഓഫ് ഡ്യൂണിൻ്റെ ഒരു വൈബായിരുന്നു നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നെല്ലാം തന്നെയായിരുന്നു അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് തന്നെ. സോ നമുക്ക് നോക്കാം ഈ ഒരു ഒഫീഷ്യൽ ട്രെയിലറിൽ കൂടി നമുക്ക് എന്തൊക്കെ പുതിയ സാധനങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെ. സോ ഇന്ന് നമ്മൾ ട്രെയിലർ നോക്കാൻ പോകുന്ന മലയാളത്തിൽ കൂടി തന്നെയാണ്. സോ നമുക്ക് മലയാളം ഡബ്ബിങ് എങ്ങനെയുണ്ടെന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് നോക്കാം. സോ ഹിയർ വി ഗോ. ആഹാ, കാശി. അവർ കാശിക്ക് പോവാം. കാശിയൊക്കെ എങ്ങനെ ഇരിക്കുന്നു? വെള്ളമില്ല. ഡ്യൂൺ. സോ യാസ്കിനാണ് വില്ലൻ. അമിതാഭ് ബച്ചൻ്റെ ഫസ്റ്റ് ലുക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പവറിനേക്കാൾ അവർക്ക് ശക്തി എന്ന് ഉപയോഗിക്കായിരുന്നു. ദീപിക ഏതാ അശ്വൻ വിഷനെ പോലെ സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട്. മൈൻഡ് സ്റ്റോൺ ആണെന്ന് തോന്നുന്നു. ആ, പ്രഭാസിന്റെ ഫസ്റ്റ് ലുക്ക്. ഓക്കെ, അമിതാഭ് ബച്ചൻ്റെ മാസ് ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, സോ ഈ വെഹിക്കിൾ അവർ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ളത് തന്നെയാണ്. നിങ്ങൾ ആക്ച്വലി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ആക്ച്വലി റിയലായിട്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ളൊരു വെഹിക്കിൾ തന്നെയാണ്. മഹേന്ദ്ര എങ്ങാണ്ടായിരുന്നു ഇതിനെ അവർ ആക്ച്വലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കും കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൊള്ളാം. മറ്റേ ബാറ്റ്മാൻ്റെ ടംബ്ലർ പോലെയൊക്കെ തോന്നുന്നു. ഓക്കെ, സ്യൂട്ട്. ഓക്കെ, പട്ടാണിയുടെ ആക്ഷൻ സീക്വൻസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ റോബോട്ടിനെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, CG അത്യാവശ്യം ഇപ്പോൾ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ആദിപുരുഷൊക്കെ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ, പിന്നെ ഡബിങ്ങിൻ്റെ കാര്യം പറയാനുണ്ട്. ഓക്കെ, അമിതാഭ് ബച്ചൻ ഭയങ്കര മാസാണ് കേട്ടോ. പ്രഭാസിൻ്റെ ഒരു തിരിച്ചുവരവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് കുറേയധികം ബീംസ് കാണാൻ കഴിയുന്നുണ്ട്. റെഡ് വില്ലന്മാരുടെ, ബ്ലൂ ഹീറോസിൻ്റെ ആണ്, റെബൽസിൻ്റെ. ഓക്കെ, സ്റ്റാർ വാർസ് ഇൻസ്പയർ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ. ശോഭന, വാവ്. CG നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അവർ. ഓ, കമൽഹാസന്റെ ഫസ്റ്റ് ലുക്ക് നമുക്ക് കാണാൻ കഴിയുന്നു. ഓ യാ, അത് പൊളി. വണ്ടി അവർ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. രക്ഷയില്ല. ഓക്കെ, ജൂൺ 27 നമുക്ക് സത്യമന സിനിമ നമുക്ക് ലഭിക്കാൻ പോകുന്നത് തന്നെ. സോ ഞാൻ ഇത്രയും പറയുള്ളൂ. നമുക്ക് പ്രഭാസിന്റെ ബാഹുബലിക്ക് ശേഷം അത്രയ്ക്ക് വലിയ നല്ലൊരു കിടിലം പടവും നമുക്ക് പ്രഭാസിന്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. നമുക്ക് ഈയിടയ്ക്ക് മറ്റേ സലാർ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പൊക്കെ കുറേയധികം ബോംബ് മാത്രമാണ് നമുക്ക് പ്രഭാസിന്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു സിനിമയെ കുറിച്ച് ഞാൻ പറയുവാണെങ്കിൽ,
നല്ലൊരു ഹോളിവുഡ് വൈബിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു ഇന്ത്യൻ സിനിമ തന്നെയാണിത്. അത് നമ്മൾ രണ്ട് രീതിയിൽ നോക്കി ഇതിനകത്തുള്ള കുറേയധികം കമ്പാരിഷൻ വരുന്ന സ്റ്റാർ വാർസ്, ഡ്യൂണ് അതേപോലത്തെ കാര്യത്തിലെല്ലാം തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന അമിതാഭ് ബച്ചൻ വിഷനെ പോലെ തന്നെ മൈൻഡ് സ്റ്റോണൊക്കെ വെച്ചുകൊണ്ടൊക്കെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ. സോ നമുക്ക് നോക്കാം, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അതായത് വലിയൊരു താരനിര തന്നെ നമുക്ക് എന്താണ് ഈ ഒരു സിനിമയിൽ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് പ്രഭാസിൻ്റെ അതായത് ബാഹുബലിക്ക് ശേഷം കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ക്യാരക്ടറിനെ കാണാൻ കഴിയുന്നത് അത് കൽക്കിയിൽ കൂടി തന്നെയാണ്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ആക്ച്വലി എന്തെങ്കിലും ഹൈപ്പ് ഉണ്ടോ ഈ ഒരു സിനിമയിൽ എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. ആൻഡ് പിന്നെ മലയാളം ഡബ്ബിങ് എനിക്ക് അത്രയ്ക്ക് ഇമ്പ്രസീവ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഓക്കെ എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് പടം ഇറങ്ങി കഴിയുമ്പോൾ അറിയാം എങ്ങനെയാണ് അവർ മലയാളത്തിൽ ഈ സിനിമ ഡബ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നൊരു കാര്യം. കാരണം ഒബ്വിയസ്ലി പ്രഭാസ് ഒരു പാൻ ഇന്ത്യ സ്റ്റാർ ആണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കണ്ട പടങ്ങളെല്ലാം ഒരു പാൻ ഇന്ത്യ സിനിമ തന്നെയാണ്. സോ അതാണ് നമുക്ക് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ നമുക്ക് എന്താണെങ്കിലും നല്ലൊരു എന്താ പറയണ്ട, അധികം ഹൈപ്പിലൊന്നും നിൽക്കണ്ട, നമുക്ക് ചെറിയ സ്കെപ്റ്റിക്കലായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഡൗട്ട്ഫുൾ ഒക്കെ ആയിട്ട് തന്നെ നമുക്ക് നിൽക്കാം. സോ പടം ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് നോക്കാം. സോ ട്രെയിലർ വലിയ കുഴപ്പമില്ലാതെ തന്നെ എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. പിന്നെ ആ ഒരു വണ്ടിയുടെ കാര്യം, അത് അവർ ശരിക്കും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. സോ നിങ്ങൾ യൂട്യൂബിൽ തന്നെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. മഹീന്ദ്രയുടെ കൂടെ പാർട്ണർഷിപ്പ് ചെയ്തിട്ട് കണ്ടാണ് ആ ഒരു വണ്ടി അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സോ കൊള്ളാം. സോ ഫാർ വിഷ്വൽ എഫക്ട്സ്, അതായത് ഒരു CGയിൽ ഞാൻ ഇപ്പോഴും പറയും റാവൺ തന്നെയായിരുന്നു എൻ്റെ അറിവിൽ ഇപ്പോഴും ആ ഒരു എന്താ പറയുക ടെക്നോളജിക്കൽ അച്ചീവ്മെൻ്റ് ഒരു CGയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. കാരണം അത് ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഗ്രാഫിക്സ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആൻഡ് കൽക്കി നല്ലൊരു സിനിമ ഇൻ ടേംസ് ഓഫ് CGയും വിഷ്വൽ എഫക്ട്സും നമുക്ക് തരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ awesome. See you guys in next episode.